ഹലോ, നമുക്കപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കുന്ന നോക്കിയാലോ? റംബൂട്ടാൻ വെച്ച്. ഇപ്പം നമ്മുടെ നാട്ടിലും അതുപോലെ വീടുകളിലും എല്ലായിടത്തും ഒത്തിരി കിട്ടുന്ന ഒരു സംഭവമാണല്ലോ റംബൂട്ടാൻ. അപ്പോൾ ആ റംബൂട്ടാൻ വെച്ച് നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കുന്നത് നോക്കാം. അതിന് ഇതുപോലെ റംബൂട്ടാനെല്ലാം നമ്മളെടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് നന്നായിട്ട് വരഞ്ഞ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അടുപ്പിലൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൽ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഇച്ചിരി ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവായും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ നമ്മളതൊന്ന് നന്നായിട്ട് സ്റ്റെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്നത് മൊരിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും അത് ഇളക്കി നന്നായിട്ടൊന്ന് മസാല മൂക്കുന്നിടം വരെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇച്ചിരി കായപ്പൊടിയും അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കൂടി അതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച ചൂടുവെള്ളം അതിനകത്ത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി കരിയാപ്പിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച വിനാഗിരിയും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വന്ന് ഒന്ന് കുറുകി വരണം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതുപോലെ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച റംബൂട്ടാൻ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ റംബൂട്ടാനിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് കയറും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു 2 മിനിറ്റ്. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ റെസിപ്പി.